ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജൻറ്റ്. നമ്മളിൽ പലരും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു യൂട്യൂബറാണ് അദ്ദേഹം. വളരെയധികം നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയി തീരും എന്ന് നമ്മൾ പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വിപരീത അനുഭവമാണ് ഇപ്പോൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിൻ്റെ ബേസിക് റൂള് പോലും പാലിക്കാൻ പറ്റില്ല. അതോ അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണോ? അറിയാതിരിക്കില്ല, അത് ഉറപ്പ്. അദ്ദേഹം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പലതും അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ ഒക്കെ അദ്ദേഹം പലരോടും പറയാൻ ശ്രമിക്കുകയാണ്. ഇതിനെ തുടർന്ന് 2 തവണ ബിഗ് ബോസ് പിടിച്ച് വാണിംഗ് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്ത വാണിങ്ങിൽ അദ്ദേഹത്തെ കടുത്ത നടപടി സ്വീകരിച്ച് പുറത്താക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഈ പ്രോഗ്രാം കാണുന്ന ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാമായിരിക്കും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അവിടെ പറയാൻ പാടില്ല. കാരണം ഇവർ ആദ്യം മുതൽ വരുന്നവരല്ല. ആദ്യം മുതൽ വന്ന ആളുകളെ അത് കഴിയുന്നവരെ അവിടെ അവർ പൂട്ടിയിട്ട് മീൻസ് ആ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വിടാതെ, മൊബൈൽ ഫോണുകളോ ഒന്നും കൊടുക്കാതെ, പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാതെ അവിടെ 100 ദിവസം കഴിയണം. അതാണ് അതിൻ്റെ റൂള്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വൈൽഡ് കാർഡ് എൻട്രി പിന്നീട് വരുന്ന ആളുകളാണ്. ഈ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്, അവർക്ക് എന്തോരം വോട്ടുണ്ട്, അവരിൽ ആരാണ് കേമൻ, എങ്ങനെയാണ് കളിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം. ഇവർ അത് അവിടെ വന്ന് പറയരുത് എന്നുള്ളത് ബിഗ് ബോസ് നിർദ്ദേശിച്ച് അല്ലെങ്കിൽ പ്രത്യേകം നിർദ്ദേശിച്ചതിന് ശേഷമാണ് ആ വീട്ടിനകത്തോട്ട് വിടുന്നത്. പിന്നെ അവിടെ പോയിട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും ഒരു എന്താ പറയുക, ഒരു വിഷമം തോന്നുന്ന രീതിയിലുള്ള കളിയാണ് അദ്ദേഹം അവിടെ കളിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷ എനിക്കും അദ്ദേഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും അത് കുറഞ്ഞു വരികയാണ്. ഇതാരെയും പേഴ്സണലായിട്ട് എന്താ പറയുക ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കണ്ടസ്റ്റൻസ് അതിനനുസരിച്ച് ഉയരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി തരുന്ന രീതിയിൽ കളിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ബേസിക്കായിട്ടുള്ള റൂള് പോലും പാലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമം വരും. നമുക്ക് അവരോട് ഒരു എന്താ പറയുക, ഒരു ഇതായിരുന്നോ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നൊരു കണ്ടസ്റ്റൻറ്റ്, ഇദ്ദേഹത്തിനായിരുന്നോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹം നന്നായി കളിക്കാൻ അല്ലെങ്കിൽ കളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.